പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക്. ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം നാളെ മുതൽ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇതെങ്ങനെയാണ് എന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിലൂടെ ഒന്ന് അറിയും മുൻപ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക പുരോഗതിയും അതോടൊപ്പം തന്നെ മറ്റ് നല്ല ഫലങ്ങളും എന്തൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നതെന്ന്. ഇവർ മുൻപ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾക്കുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കാൻ പോകുകയാണ്. ഇനി അങ്ങോട്ട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും നല്ല സഹകരണം ഇടവക്കൂറിലെ 3 നക്ഷത്ര ജാതകർക്കും പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതിക്കൊരു യോഗം ഉള്ളതിനാൽ ലോട്ടറി പരീക്ഷണങ്ങളിലൂടെ കുറച്ച് തുക ഇവരെ തേടിയെത്താനുള്ളൊരു ഭാഗ്യം, അതുപോലെ ചിട്ടിയടിക്കാനുള്ളൊരു ഭാഗ്യം, കുറച്ച് നാളായിട്ട് കച്ചവടം നടക്കാതിരുന്ന ഭൂമി മറിച്ചു വിൽക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടം എന്നിവയൊക്കെ വരും ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. വാക്കുദോഷം മൂലം അനുഭവപ്പെടേണ്ടി വന്ന പല ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ട് ഒഴിയുന്നതാണ്. ആരോഗ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലാവസ്ഥാ വ്യതിയാനം മൂലം മൂത്രാശയബന്ധിയായ രോഗങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഇവർക്ക് സാധിച്ചു കിട്ടും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ കഴിക്കാനും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ വായ്പാ ക്ലേശങ്ങൾ മാറിക്കിട്ടും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദത്തിൽ ജനിച്ചവർ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ലഗ്നത്തിൽ കുജനും 5-ൽ കേതുവും 9-ൽ ശനിയും 10-ൽ വ്യാഴവും 11-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 12-ൽ ശുക്രൻ, ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം ചികിത്സയും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇവരിൽ കാണുന്നുണ്ട്. ചികിത്സയ്ക്കായിട്ട് കുറച്ച് പണം അധികം ചിലവാക്കേണ്ടതായിട്ട് വരും. എങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഇവർക്ക് സാധിക്കും. പലവിധ ഐശ്വര്യങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനമാനങ്ങൾക്കും സ്ഥലം മാറ്റത്തിനും സാധ്യതകൾ കൂടുതലാണ്. ഇവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ്. ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും കച്ചവടക്കാർക്കും നല്ല അവസരങ്ങൾ ലഭിക്കും. അഗ്നിമൂലമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം. മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല. ശരീരക്ഷീണം കുറച്ച് കൂടുതലായിരിക്കും.
പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ യാത്രകൾ വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിതൃജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ട സമയം തന്നെയാണ്. വാഹന കൈമാറ്റം ചെയ്യാനും സാഹചര്യം അനുകൂലമാണ്. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോക്കാം ധനുക്കൂറിൽ പിറന്ന മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 4-ലെ വ്യാഴവും 5-ൽ ആദിത്യനും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ദിവസങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പൊതുവെ ശുഭകരമായിട്ടുള്ള കാലം തന്നെയാണ്. പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർ പണത്തെ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ദാമ്പത്യ കലഹങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളിലും പുഷ്ടിപ്പെടുന്ന തരത്തിൽ വളരെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയും. ഉദരരോഗം, നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം മെച്ചപ്പെട്ട് തുടങ്ങുന്നൊരു സമയമാണ്. ഇനി രോഗശാന്തി ഇവർക്ക് പ്രതീക്ഷിക്കാം. സന്താനങ്ങളോടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സുഖം ലഭിച്ചു തുടങ്ങും. നാൽക്കാലികളെ വാങ്ങാനും മൃഗങ്ങളുടെയും പക്ഷികളെയും മറിച്ചു വിൽക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭം നേടാനും ഇവർക്ക് സാധ്യതയുണ്ട്. പുറത്തിറങ്ങുമ്പോൾ വിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് രാത്രി സഞ്ചാരം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അലസത കുറഞ്ഞു തുടങ്ങും. കലാസാംസ്കാരിക രംഗത്തുള്ളവർക്ക് നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ്. നാൽക്കാലികളെ വാങ്ങാനും മറച്ചു വിൽക്കാനും നല്ല സമയമാണ്. വ്യവഹാര കാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത്. ധനവിഷയങ്ങളിൽ മധ്യസ്ഥതയോട് ജാമ്യം നിൽക്കരുത്. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറിലെ അവിട്ടം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മനസ്സിൽ സ്വസ്ഥമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. പല പ്രകാരേണ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ചിലവുകളും നിയന്ത്രണ വിധേയമായിരിക്കും. പുതിയ ഗൃഹം പണിയുന്നതിനും അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങുന്നതിനും നല്ല സമയമാണ്. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഉദ്യോഗ കയറ്റത്തോടെയുള്ള സ്ഥലമാറ്റങ്ങൾ വരും മാസങ്ങളിൽ തന്നെ ഇവർക്ക് ലഭിക്കും. ആരോഗ്യം സാമാന്യം തൃപ്തികരമായിരിക്കും. പതനഭീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ശത്രുജയം, അപ്രതീക്ഷിത ധനാഗമം ഇവയെല്ലാം ഫലത്തിൽ കാണുന്നുണ്ട്. സന്താനങ്ങളുടെ രോഗാരിഷ്ഠതകൾ മൂലം വിഷമിച്ചു കൊണ്ടിരുന്ന മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടുന്നതിൽ കുറച്ച് ആശ്വാസം തോന്നും. സർക്കാരുമായിട്ടുള്ള പരാജയഭീതി മാറ്റിവെക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമയത്ത് അനുകൂലമായിട്ടുള്ള നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാകുക. ബന്ധുജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കാം. ചിലരോട് കലഹിക്കേണ്ടതായിട്ട് വരും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകളും വേണ്ടിവരും. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി, കദളിപ്പഴ നിവേദ്യം ഇവ കഴിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മീനക്കൂറിൽ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയാം. ചതുവിലും വഞ്ചനയിലും പെടാതെ രക്ഷപ്പെട്ടു പോകാൻ ഇവർക്ക് സാധിക്കും. നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അനുകൂല ഫലങ്ങൾ നൽകും. വീട്ടിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകും. ധനസമൃദ്ധിയും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഭൂമി കൈമാറ്റങ്ങൾക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരും. വീട്ടിൽ അഗ്നിബാധ,
ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് കേടുപാട് പറ്റുക, ഇവയ്ക്കൊക്കെ സാധ്യത കൂടുതലാണ്. ജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.